ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഹിന്ദിയാണ് നോക്കുന്നത്. ഹിന്ദി സാഹിത്യക കാലവിഭാജൻ. ഹിന്ദി സാഹിത്യത്തെ കാലവിഭാജനം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദികാൽ അല്ലെങ്കിൽ വീർഗാഥാകാലെന്നും മധ്യകാലെന്നും ആധുനിക കാലെന്നും ഹിന്ദി സാഹിത്യത്തെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ മധ്യകാലത്തിൽ വരുന്നതാണ് ഭക്തികാൽ അല്ലെങ്കിൽ പൂർവ്വമധ്യകാൽ, രീതികാൽ അല്ലെങ്കിൽ ഉത്തർമധ്യകാൽ. മധ്യകാലത്തെ രണ്ടായി തിരിച്ചതാണ് ഭക്തികാൽ അല്ലെങ്കിൽ പൂർവ്വമധ്യകാൽ എന്നും രീതികാൽ അല്ലെങ്കിൽ ഉത്തർമധ്യകാൽ എന്നും. ആദ്യകാലത്തിൽ വരുന്ന രചനകളാണ് സിദ്ധ സാഹിത്യ, നാദ സാഹിത്യ, ജൈന സാഹിത്യ, രാസോ സാഹിത്യ, ലൗകിക സാഹിത്യം. മധ്യകാലത്തെ രണ്ടായി തിരിച്ചത് ഭക്തികാൽ. ഭക്തികാലത്തെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്, സഗുൺധാര എന്നും നിർഗുൺധാര എന്നും. സഗുൺധാരയിലാണ് രാമഭക്തി കാവ്യങ്ങളും കൃഷ്ണഭക്തി കാവ്യങ്ങളും വരുന്നത്. നിർഗുൺധാരയിലാണ് സന്ത് കാവ്യ, സൂഫി കാവ്യ എന്നിവ രചിക്കപ്പെട്ടത്. രീതികാലത്തിലെ കവികളെ മൂന്നായി തിരിച്ചിട്ടുണ്ട്, രീതിബദ്ധ കവികളെന്നും രീതിസിദ്ധ കവികളെന്നും രീതിമുക്ത കവികളെന്നും. അപ്പോൾ രീതികാലത്തിലെ കവികളെ തിരിച്ചിരിക്കുന്നു: രീതിബദ്ധ കവി, രീതിസിദ്ധ കവി, രീതിമുക്ത കവി. ആധുനിക കാലത്തിലാണ് ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നയി കവിത എന്നിങ്ങനെ വരുന്നത്. അപ്പോൾ ഹിന്ദി സാഹിത്യത്തെ കാലവിഭാജനം നടത്തിയിരിക്കുന്നത് ആദികാൽ, മധ്യകാൽ, ആധുനിക കാൽ. മധ്യകാലത്തെ വീണ്ടും തിരിച്ചിരിക്കുന്നു ഭക്തികാലെന്നും രീതികാലെന്നും. ഭക്തികാലത്തെ വീണ്ടും തിരിച്ചതാണ് സഗുൺധാര, നിർഗുൺധാര. ആദ്യകാലത്തിലാണ് സിദ്ധനാഥ, ജൈന്, രാസോ, ലൗകിക സാഹിത്യങ്ങൾ വരുന്നത്. ഭക്തികാലത്തിൽ സഗുൺധാരയിലാണ് രാമഭക്തിയും കൃഷ്ണഭക്തി കാവ്യങ്ങളും രചിക്കപ്പെട്ടത്. നിർഗുൺധാരയിൽ സന്ത്, സൂഫി കാവ്യങ്ങളും. രീതികാലത്തിലെ കവികളെ മൂന്നായി തിരിച്ചത് രീതിബദ്ധ്, രീതിസിദ്ധ്, രീതിമുക്ത് കവി. അതേപോലെ ആധുനിക കാലത്തെ തിരിച്ചിരിക്കുന്നത് ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, പ്രഗതിവാദ്, പ്രയോഗവാദ്, നയി കവിത. അടുത്തത് ഭക്തികാലം നോക്കാം. शुक्लजी ने संवत 1375 विक्रमी संवत से 1700 विक्रमी संवत तक के कालखंड को ही हिंदी साहित्य का भक्तिकाल कहा है. शुक्लजी പറഞ്ഞിരിക്കുന്നത് 1375 വിക്രമി സംവത് മുതൽ 1700 വിക്രമി സംവത് വരെയുള്ള കാലഘട്ടമാണ് ഭക്തികാലം എന്നാണ്. പക്ഷേ डॉक्टर नगेंद्र के अनुसार भक्तिकाल की समय सीमा 1350 ईस्वी से 1650 ईस्वी तक मानी जाती है. പക്ഷേ ഡോക്ടർ നഗേന്ദ്ര പറഞ്ഞിരിക്കുന്നതോ 1350 ഈസ്വി മുതൽ 1650 ഈസ്വി വരെയാണ് ഭക്തികാലം എന്നാണ്. അപ്പോൾ ഇത് നഗേന്ദ്ര പറഞ്ഞത് ഈസ്വിയിലും കൊടുത്തിട്ടുണ്ട്, ശുക്ലജി പറഞ്ഞത് വിക്രമി സംവതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിക്രമി സംവതിന്ന് 57 ഇയേഴ്സ് കുറച്ചാൽ ഈസ്വിയും കിട്ടും. അപ്പോൾ ഇത് രണ്ടും ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളത് ഈസ്വിയും വിക്രമി സംവത് വേർതിരിച്ച് മനസ്സിലാക്കി നോക്കാം. ഈസ്വിയിൽ നിന്ന് 57 കൂട്ടിയാൽ विक्रमी संवतों किട്ടും. भक्ति संबंधी विभिन्न दार्शनिक सिद्धांत. संपूर्ण भारत में भक्ति को प्रचलित करने वाले 4 संप्रदाय और संस्थापक. സമ്പൂർണ്ണ ഭാരതത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട 4 സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളും അതിൻ്റെ സംസ്ഥാപകവുമാണ് നോക്കുന്നത്. ഭക്തി പ്രചരിപ്പിച്ച 4 സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ 4 സിദ്ധാന്തങ്ങളും അതിൻ്റെ സംസ്ഥാപകവും. അപ്പോൾ സിദ്ധാന്ത് വിശിഷ്ടാദ്വൈതവാദ് രാമാനുജാചാര്യാണ് അതിൻ്റെ സംസ്ഥാപകർ. ദ്വൈതാദ്വൈതവാദ് മാധവാചാര്യം, ശുദ്ധാദ്വൈതവാദ് വല്ലഭാചാര്യ, ദ്വൈതാദ്വൈതവാദ് നിംബാർക്കാചാര്യ. അപ്പോൾ ഇതിൽ വിശിഷ്ടാദ്വൈതവാദത്തിൽ ശ്രീ സമ്പ്രദായ രാമാനുജാചാര്യ, ഭക്തിഭാവ ഏതാണ് ദാസ്യ. അതേപോലെ ദ്വൈതാദ്വൈതവാദിൽ ബ്രഹ്മസമ്പ്രദായമാണ്, അത് സംസ്ഥാപക മാധവാചാര്യം, ഭക്തിഭാവ് മാധുര്യാണ്. ശുദ്ധാദ്വൈതവാദിൽ രുദ്രസമ്പ്രദായ വല്ലഭാചാര്യാണ് സംസ്ഥാപക്, ഭക്തിഭാവം വരുന്നത് വാത്സല്യാണ്. ദ്വൈതാദ്വൈതവാദിലോ നിംബാർക്ക് സമ്പ്രദായ അല്ലെങ്കിൽ സനകാദി സമ്പ്രദായ, നിംബാർക്കാചാര്യാണ് സംസ്ഥാപക്, ഭക്തിഭാവമാണ് സഖ്യഭാവമാണ് ഭക്തിഭാവം. അപ്പോൾ സമ്പൂർണ്ണ ഭാരതത്തിൽ ഭക്തി പ്രചരിപ്പിച്ച സമ്പ്രദായ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളും അതിൻ്റെ സംസ്ഥാപകവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. भक्तिकाल का वर्गीकरण आचार्य रामचंद्र शुक्ल ने हिंदी साहित्य के भक्तिकाल को 2 धाराओं में वर्गीकरण किया है.
രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഭക്തികാലത്തെ ആചാര്യ ശുക്ല എന്ന് പറഞ്ഞു, നിർഗുൺ കാവ്യധാര എന്നും സഗുൺ കാവ്യധാര എന്നും. നിർഗുൺ കാവ്യധാരയിലാണ് സന്ത് കാവ്യ, സൂഫി കാവ്യ വരുന്നത്. സഗുൺ ധാരയിലാണ് രാമകാവ്യ, കൃഷ്ണകാവ്യ എന്നിവ വരുന്നത്. അതിൽ സൂഫി കാവ്യം നോക്കാം. सूफी काव्य हिंदी साहित्य में निर्गुण काव्य धारा 2 शाखाओं में विभाजित हुई, संत काव्य धारा और सूफी काव्य धारा. भक्ति काल में मुस्लिम कवियों के द्वारा प्रेम को मुख्य विषय बनाकर जो साहित्य हिंदी में रचा गया उसे ही प्रेमाश्रयी काव्यधारा या सूफी काव्यधारा कहा जाता है. ഭക്തികാലത്തിൽ മുസ്ലിം കവികൾ രചിച്ചതാണ് എന്ത്? സൂഫി കാവ്യങ്ങൾ. പ്രേം കോ മുഖ്യ വിഷയ ബനാക്കർ, പ്രേമത്തെ മുഖ്യ വിഷയമാക്കിക്കൊണ്ട് രചിച്ച കാവ്യങ്ങളാണ് എന്തെന്നറിയപ്പെട്ടത്? സൂഫി കാവ്യ എന്നറിയപ്പെട്ടത്. പ്രേം വർണ്ണൻ കെ കാരൺ ഹി ഇസ് കാവ്യധാരാ കോ പ്രേമാശ്രയി, പ്രേമാർഗി യാ പ്രേമാഖ്യാൻ കഹ ജാതാ ഹെ. പ്രേം വർണ്ണൻ കാരണമാണ് ഇതിനെ പ്രേമാശ്രയി, പ്രേമാർഗി അല്ലെങ്കിൽ പ്രേമാഖ്യാൻ എന്നൊക്കെ വിളിച്ചത്. പ്രഥം സൂഫി കാവ്യരചന. പ്രഥം സൂഫി കാവ്യരചന ഏതാണെന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അപ്പോൾ പ്രഥം സൂഫി കാവ്യരചന कौन सी है, इसके बारे में विद्वानों में मतभेद है. അപ്പോൾ ആചാര്യ രാമചന്ദ്ര ശുക്ല പറഞ്ഞിരിക്കുന്നത് കുത്തുബൻ്റെ മൃഗാവതിയാണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ്. പക്ഷേ ആചാര്യ പ്രസാദ് ദ്വിവേദി പറഞ്ഞിരിക്കുന്നത് ഈശ്വർദാസിൻ്റെ സത്യവതി കഥയാണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ്. പക്ഷേ ഡോക്ടർ രാംകുമാർ വർമ്മ പറഞ്ഞിരിക്കുന്നതോ മുല്ല ദാവൂദിൻ്റെ ചന്ദായനാണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ്. പക്ഷേ ഡോക്ടർ നഗേന്ദ്ര ഇതൊന്നും അല്ല, ആസായത്തിൻ്റെ ഹംസാവലിയാണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ സർവമാന്യ മത്ത് മുല്ല ദാവൂദിൻ്റെ ചന്ദായനാണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യം. അത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ രാംകുമാർ വർമ്മ. ഇതിൻ്റെ വർഷം 1379 ഈസ്വി. അപ്പോൾ ആചാര്യ ശുക്ല പറഞ്ഞിരിക്കുന്നത് കുത്തുബൻ്റെ മൃഗാവതിയും ആചാര്യ പ്രസാദ് ദ്വിവേദി പറഞ്ഞത് ഈശ്വർദാസിൻ്റെ സത്യവതി കഥയും രാംകുമാർ വർമ്മ പറഞ്ഞിരിക്കുന്നത് മുല്ല ദാവൂദിൻ്റെ ചന്ദായനും നഗേന്ദ്ര പറഞ്ഞിരിക്കുന്നത് ആസായത്തിൻ്റെ ഹംസാവലിയും ആണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ്. പക്ഷേ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടത് മുല്ല ദാവൂദിൻ്റെ ചന്ദായൻ 1379 ഈസ്വിയും ആണ് പ്രഥം സൂഫി കാവ്യരചന എന്നാണ്. ഹിന്ദിക്ക് പ്രമുഖ പ്രേമാഖ്യാനക കാവ്യ. ഹിന്ദിക്ക് പ്രമുഖ സൂഫി കാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രന്ഥ് ഹംസാവലി, രചനാകാർ ആസായിത്ത്. ചന്ദായൻ മുല്ല ദാവൂദിൻ്റെ രചനയാണ്. സത്യവതി കഥ ഈശ്വർദാസിൻ്റെ. മൃഗാവതി കുത്തുബൻ്റെ. പത്മാവത് ജായസിയുടെ. മധുമാലതി മഞ്ചൻ്റെ. രൂപമഞ്ജരി നന്ദദാസ്. ചിത്തായി വാർത്ത നാരായൺദാസ്. ചിത്രാവലി ഉസ്മാൻ. ജ്ഞാനദീപ് ഷേഖ് നബി. അപ്പോൾ ആസായത്തിൻ്റെ ഹംസാവലി 1370 ഈസ്വി. മുല്ല ദാവൂദിൻ്റെ ചന്ദായൻ 1379 ഈസ്വി. ഈശ്വർദാസിൻ്റെ സത്യവതി കഥ 1501 ഈസ്വി. കുത്തുബൻ്റെ മൃഗാവതി 1503. ജായസിയുടെ പത്മാവത് 1540. മഞ്ചൻ്റെ മധുമാലതി 1545. നന്ദദാസിൻ്റെ രൂപമഞ്ജരി. അതേപോലെ നാരായൺദാസിൻ്റെ ചിത്തായി വാർത്ത 1590. ഉസ്മാൻ്റെ ചിത്രാവലി 1613. ഷേഖ് നബിയുടെ ജ്ഞാൻദീപ് 1619 പ്രമുഖ സൂഫി കാവ്യരചനകളാണ്. പ്രമുഖ സൂഫി കവിയാണ് ജായസി. അതായത് സൂഫി കാവ്യ പരമ്പരയിൽ വരുന്ന പ്രതിനിധി കവി ആണ് ആര്? ജായസി. ജായസിൻ്റെ പത്മാവത് പ്രമുഖ കാവ്യമാണ് പത്മാവത്. അപ്പോൾ സൂഫി കാവ്യത്തിലെ പ്രതിനിധി കവിയാണ് ജായസി. അദ്ദേഹത്തിൻ്റെ ഫേമസ് രചനയാണ് പത്മാവത്. വർഷം 1540 ईस्वी. पद्मावत हिंदी साहित्य के अंतर्गत सूफी परंपरा का प्रसिद्ध महाकाव्य है. इसके रचनाकार मालिक मोहम्मद जायसी है. दोहा और चौपाई चंद में लिखे गए इस महाकाव्य की भाषा अवधी है. दोഹ ചൗപ്പായി വൃത്തത്തിൽ രചിച്ച ഈ മഹാകാവ്യത്തിൻ്റെ ഭാഷ ഏതാണ്? അവധി ഭാഷയാണ്.
पद्मावत में चितौड़ के राजा रत्नसेन और सिंहलदीप की राजकुमारी पद्मावती के प्रेम कथा, विवाह और विवाह के बाद का जीवन का चित्रण है. സിംഹൾദ്വീപിലെ രാജകുമാരിയായ പത്മാവതിയുടെയും ചിത്തൗഡ് രാജ രത്നസേൻ്റെയും പ്രേമകഥ വിവാഹ ബാദ് കാ ജീവൻ കാ ചിത്रण ആണ് ഏതിൽ വരുന്നത്? പത്മാവതിൽ വരുന്നത്. പത്മാവത് കോ പ്രതീകാത്മക കാവ്യ കഹാ ജാതാ ഹെ. പത്മാവത് എന്താണ്? ഒരു പ്രതീകാത്മക കാവ്യമാണ്. അടുത്തത് പത്മാവത് കി പ്രതീക യോജന. ഇപ്പോൾ പത്മാവതിലെ പ്രതീക യോജന എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. പത്മാവതിലെ രത്നസേൻ എന്തിൻ്റെ പ്രതീകമാണ്? मन का प्रतीक. सिंहलद्वीप हृदय का प्रतीक. പത്മാവതി സാത്വിക ബുദ്ധി അല്ലെങ്കിൽ പരമാത്മ. ഇപ്പോൾ സൂഫി കാവ്യത്തിലെ എന്താണ്? പുരുഷ ആത്മ और സ്ത്രീ ആരാണ്? പരമാത്മ ആണെന്നാണ് പറയുന്നത്. हीरामन तोतेयो गुरु का प्रतीक. नागमती सांसारिक बुद्धि का प्रतीक. राघव चेतन शैतान का प्रतीक. अलाउद्दीनो माया का प्रतीक. അപ്പോൾ രത്നസേൻ मन का प्रतीक അല്ലെങ്കിൽ ആത്മ. രത്നസേൻ मन का प्रतीक അല്ലെങ്കിൽ ആത്മ. സിംഹൾദ്വീപ് हृदय का प्रतीक. पद्मावती सात्विक बुद्धि या परमात्मा का प्रतीक. हीरामन तोता गुरु का प्रतीक. नागमती सांसारिक बुद्धि का प्रतीक. राघव चेतन शैतान का प्रतीक. अलाउद्दीन खिलजी माया का प्रतीक. അപ്പോൾ പത്മാവത് ഒരു പ്രതീകാത്മക രചനയാണ്. ഇതിലെ പ്രതീകങ്ങളും നോക്കി വയ്ക്കാം. അപ്പോൾ हिंदी साहित्य का काल विभाजन. भक्तिकाल, भक्ति संबंधी विभिन्न दार्शनिक सिद्धांत. भक्तिकाल का वर्गीकरण. सूफी काव्य. പിന്നെ പ്രഥം സൂഫി കാവ്യ രചന ഏതാണെന്ന് നോക്കി. അതേപോലെ പ്രമുഖ സൂഫി കാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. പിന്നെയോ ജായ്സിയുടെ പത്മാവത്. സൂഫി കാവ്യത്തിലെ പ്രതിനിധി കവിയായ ജായ്സിയുടെ പത്മാവതിനെ കുറിച്ചും പറഞ്ഞു. അതിലെ പ്രതീകങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കി. പാത്ര ഓർ പ്രതീകം. അപ്പോൾ ഇത്രയും നന്നായി പഠിക്കാം.